ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായി ആ ഒരു തേർഡ് പാർട്ടി റീഡിങ് ചെയ്തിട്ട്, അപ്പോൾ പലരും വന്നിപ്പോൾ എന്നോട് വാട്സപ്പിലെല്ലാം പറയുന്നുണ്ട് തേർഡ് പാർട്ടി വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, ഫീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തിയെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഒക്കെ തന്നെയാണ്, അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ പണമോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കാണേണ്ട ആവശ്യമില്ല. തേർഡ് പാർട്ടി ആയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളൊക്കെ ഉള്ള ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഇതുപയോഗിച്ച് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നിങ്ങളുമായിട്ട് റെസനേറ്റായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി കറൻ്റ്ലി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വെയിറ്റിങ്ങിലാണ്. അതായത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരൊരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചറിവുകൾ അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ആ ഒരു മെയിൻ കാർഡിൽ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ്, അതേപോലെ തന്നെ ആ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എന്നുള്ളൊരു കാർഡാണ് നമുക്ക് വേറെ ഒരെണ്ണമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു ഒറാക്കിൾ. അപ്പോൾ അത് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഇല്യൂഷൻ അപ്പുറം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ലൈഫ്, ഇവർ ഇത്രയും നാളും കണ്ടതോ അല്ലെങ്കിൽ ഇവർ ഇത്രയും നാൾ വിചാരിച്ചിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മുഖങ്ങൾ അവർക്ക് ക്ലിയർ ആവാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇവർക്ക് കിട്ടുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പമാണ്. അപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് അവരുടെ കൂടെ തന്നെ താമസിക്കണമെന്നില്ല, അവരുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലാണ് എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ടുള്ള ഒരു ടൈപ്പിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇവരത് വിശ്വസിക്കാനുള്ള ഒരു തരമില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടുന്ന ഒരു സമയമാണ്, ആ ഒരു ഇല്യൂഷൻ അപ്പുറത്തേക്ക് അവർ വരേണ്ടുന്ന ഒരു സമയമാണ്. തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നല്ല ബോധ്യപ്പെടേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു നേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടേതായ കാര്യങ്ങൾ പുറത്തറിയിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന പൊസിഷനിലുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം, ഒരു നല്ല പേര് സമൂഹത്തിൽ വേണമെന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സഫറിങ്സ് കാര്യങ്ങളെല്ലാം ഇവർ പുറത്തറിയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ, പലരുടെയും മുഖങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക, ഇത്രയും നാളും താൻ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് മനസ്സിലാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി ചിലപ്പോൾ അതൊരു വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. എല്ലാവർക്കും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, ഓരോ മനുഷ്യൻ്റെയും ആ ഒരു മെൻ്റൽ കണ്ടീഷൻ പലതരത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ട് അവർക്ക് ഒരു ഹീലിംഗ് വേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 9 ഓഫ് വൺസിൻ്റെ എനർജിയും അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ 10 ഓഫ് വൺസിൻ്റെ എനർജിയും കാണാൻ സാധിക്കും. അതായത് 9 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അത്രമേൽ പരിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു വൂണ്ടഡ് വാരിയറുടെ എനർജിയാണ്. സോ എന്തോരം മുറിവുകളുണ്ടായാലും അല്ലെങ്കിൽ എന്തോരം വ്രണങ്ങളുണ്ടായാലും ഇനിയും ഞാൻ പൊരുതും എന്ന് പറഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. പക്ഷേ നമ്മൾക്കത് വീണ്ടും നോക്കുമ്പോൾ ആ ഒരു 10 ഓഫ് വൺസിലേക്ക് പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് മടുത്തു, ഇനി വയ്യ എന്നുള്ളൊരു എനർജിയിലേക്ക് അത് മാറിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്.
ദാറ്റ് മീൻസ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ അധികം കെയർ ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ മാനസികമായിട്ട് അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ളൊരു സമയമല്ല. സോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ലൈഫിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നുണ്ട്. ഇവരെ പോലെ തന്നെ നിങ്ങളോ ഇപ്പോൾ ദുഃഖത്തിലാണോ എന്നൊക്കെയുള്ളൊരു ടെൻഡൻസി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേഴ്സൺ ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ സീനാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങും, ഇത്രയും നാളും ഇവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി എൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ടല്ലാന്നുണ്ടെങ്കിൽ എന്നോടൊരു ചായവുണ്ടോ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഡബിൾ എനർജി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് വൈബാണ് ആ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും ചിലപ്പോൾ ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അത്. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ ആയിരിക്കാം. അതായത് ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ അവരിലൊരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജി വിട്ടു പോയിട്ടില്ല, അവർ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഓറയിൽ തന്നെയാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എത്ര ഒരു ബാഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിലവർ പിടിച്ചു നിൽക്കാൻ നോക്കിയതും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മറ്റാരും പുറത്തറിയിക്കാതിരിക്കാനും അവരതൊരു എന്താ പറയുക, അത് സഹിക്കാനായിട്ട് അവർ തയ്യാറായി. നമ്മളിപ്പോൾ ഈ ചാവേറിനൊക്കെ വിടില്ലേ, അതേപോലെ തന്നെ എന്ത് വേണമെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് അത്രത്തോളം പിടിച്ചു നിൽക്കാനായിട്ട് ഇവർ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അവർ അത്തരത്തിലേക്ക് ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു എതിർത്ത് പറഞ്ഞ് അവിടെ നിന്ന് പോരേണ്ടതാണ്. പക്ഷേ ഇവരൊരു പരിധി വരെ അവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് ആ രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ആ ഒരു 10 of Wands എനർജി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ മടുത്തു, ഇനി വയ്യ, നിർത്തിപ്പോകാം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മാരേജ് ചെയ്യാൻ പോകുന്ന വ്യക്തിയോ അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചിലപ്പോൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണ്, ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് എന്നുള്ള തരത്തിൽ ഇവരെ എല്ലാ ചുമതലയും ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കുടുക്കിയിടുക എന്നുള്ളൊരു രീതിയിലാണത്. കാരണം അവർക്കത് വെച്ചൊഴിഞ്ഞ് പോകാൻ കഴിയാത്ത തരത്തിൽ ആ ഒരു ബന്ധങ്ങളുടെ കെട്ടുപാടിൽ ചിലപ്പോൾ അവരെ പെടുത്തി കളഞ്ഞിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു പോരാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒഴിഞ്ഞു പോരാൻ നോക്കുമ്പോൾ ബന്ധങ്ങളുടെ പേരോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടെ മറ്റാരാണുള്ളത് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ അവർ തളച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു 7 of Swords എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചീറ്റിംഗ് കൂടി ഉൾപ്പെടുന്ന ഒരു കാർഡാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നല്ലതാണെന്ന് കരുതിയിട്ടാണല്ലോ അവർ നിങ്ങളുടെ സിറ്റുവേഷനെ വിട്ടിട്ട് അവരിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഫുൾ ട്രസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ട്രസ്റ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ പൊട്ടിപ്പോയതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടി അതെല്ലാം ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പേഴ്സണ് അവരെ വഞ്ചിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു കുടുക്കിലകപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ആ ഒരു 5 of Swords എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലൊരു എനർജി ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപക്ഷെ തേർഡ് പാർട്ടി ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം അവർക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. മാക്സിമം നമ്മൾ കുത്തി നോവിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്കൊക്കെ ചിലപ്പോൾ മാറുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരെ ഒന്ന് അടിച്ചിരുത്താനായിട്ട് ഇവർ നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൺട്രോളിൽ നമ്മളിതിനകത്ത് വന്നിരിക്കുന്ന ഏത് കാർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുന്നുണ്ട് അവരുടെ ഒരു അണ്ടറിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ വരച്ച വരയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നിർത്താനായിട്ട് അവർ മാക്സിമം പണിയെടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ മുന്നിൽ മുട്ടുമടക്കുന്നൊരവസ്ഥയാണ്. ചിലപ്പോൾ ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ പേഴ്സണോട് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ അവരടിച്ചിരുത്തുന്നൊരവസ്ഥ, ചിലപ്പോൾ വാക്കുകൾ കൊണ്ടുള്ളൊരു വെർബൽ അബ്യൂസ് ആയിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇവരെ
കൺട്രോളിൽ കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ശബ്ദിക്കാനുള്ള ഒരു വോയിസ് പോലും കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമുക്കിവിടെ ഇത് പറയാൻ കഴിയുക. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഈ നൈറ്റ് കാര്യമായിട്ട് ചിന്തിക്കുന്നൊന്നുമില്ല, പെട്ടെന്നുള്ളൊരു ആവേശമാണ്. എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇവരിവിടെ അനുഭവിക്കുന്ന ആ ഒരു മാനസിക പീഡനം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് താങ്ങാവുന്നതിൽ അധികം ദുഃഖം അവരനുഭവിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഒരു ആശ്വാസത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്ന കരുതിയിട്ടോ അല്ലെങ്കിൽ പഴയതുപോലെ ആവാനോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു രീതിയിൽ പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് എത്തിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഭയം കാണും. കാരണം ഇവരുടെ ഒരു പാസ്റ്റ് എന്താണ് എന്നുള്ളത് ഇതിനകത്ത് വന്നിട്ടില്ല. ഇവർ ഏത് രീതിയിലാണ് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോയത്, എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തില്ല. എങ്കിൽ പോലും ഇവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ആ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു ലോസാണ്, നഷ്ടമാണ്. അതായത് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവരെന്ത് വിചാരിച്ചാണ് അങ്ങോട്ട് ചെന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണോ ചെന്നത്, അതെല്ലാം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോന്നാൽ മതി എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൻ്റെ ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പിയല്ല. ചില ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കടമകൾ, അതുമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളുടെ ഒരു എഫക്റ്റ് എല്ലാം കൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും അവരതിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവരതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. അത് പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് പാസ്റ്റ് റിവീലായിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം അവർക്ക് കാണും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ അവരെ ആ ഒരു എന്താ പറയുക, ഒരു തളച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവരുടെ ആ ഒരു ഉള്ളിലുള്ള ആഗ്രഹം പുറത്തേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അവരൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ലോസ് അവർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഓറ അവരിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്കൊരു എന്താ പറയുക സ്റ്റക്നെസ് മാറി ആ ഒരു ബോൾഡായിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും. ഇതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഒരു എനർജി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തരത്തിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ള വ്യക്തിയാണോ, ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യങ്ങൾ തന്നെ ആവണം. അതേപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന അവസ്ഥകൾ അറിയാമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ ഏത് സിറ്റുവേഷൻ ആണെന്നുള്ള കുറച്ചൊരു അറിവെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരികെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു നെഗറ്റീവ് ഓറയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബിൽ നിന്ന് അവർ പുറത്തേക്ക് വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു എന്താ പറയുക ഒരു വെളിച്ചം അവർക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് തേർഡ് പാർട്ടി എന്താണ്, അവരുടെ റിയൽ ഫേസ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു എനർജിയും കൂടി വേണമല്ലോ, ഒരു ഊർജ്ജം വേണം. അല്ലാതെ അത് നോക്കിയിട്ട് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് പാവയുടെ പോലെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ളത് അവർക്ക് പുറത്തുകൂടി പ്രകടിപ്പിക്കാനാവണമെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൂടി വേണം. അപ്പോൾ അതിന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നന്നായി പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, ആ ഒരു തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.